പ്രസിഡന്റ് കൃഷ്ണൻ വക്കീലിക്ക്, നമ്മുടെ ലോറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണൻ വക്കീലിക്ക്, നമ്മുടെ കൃഷ്ണൻ വക്കീലിക്ക്. ലോറി തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, പതാക ഉയർത്തിയതിനു ശേഷം യോഗം ആരംഭിക്കുന്നതാണ്. അങ്ങോട്ട് മാറുക. ഇതേതാ മൂന്നാമതൊരു കൊടി? അതെ, നമ്മൾ നോബിളിന്റെ കൊടിയാ. അയാൾ നമ്മളെ യൂണിയന് രാജിവെച്ച് വേറെ യൂണിയൻ ഉണ്ടാക്കി. ആ കൊടിയാ ഇക്കൊടി. അഴിച്ചു മാറ്റണോ? പറ്റില്ലേ? പുല്ല. നിങ്ങളുടെ കൊടി അഴിക്കും അല്ലടാ? നോബിൾ എവിടെ? നോബിൾ ഉറക്കുവാ. എന്താ പ്രശ്നം? നോബിൾ ഉയർത്തിയ നമ്മുടെ കൊടി ശിവൻകുട്ടി വെട്ടി താഴത്തിട്ടു. അത് ചോദിക്കാൻ ചെന്നതിന് സ്വന്തം തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവന നോബിളെന്ന് വരെ ശിവൻകുട്ടി പറഞ്ഞു. നോബിൾ, 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 നോബിൾ. നിന്റെ നോബിളിനോട് ചെന്ന് പറഞ്ഞേക്കേ, തോന്നുമ്പോ ചേരാനും തോന്നുമ്പോ മാറാനും യൂണിയൻ എന്ന് പറയുന്ന ഒരുത്തരൻ തന്റെ വകയല്ലത്. ഈശ്വര, ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം. നോബിളിനെ തനിപ്പിക്കാൻ പുഴുമണിക്ക് മാത്രമേ സാധിക്കൂ. അത് ശരിയാണല്ലോ. അവനവിടെ പോയി. ഞാൻ പറയുന്നത് ശിവകുട്ടി ആശാനെങ്കിലും ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ. ശിവൻകുട്ടി, നീ ചെവി നുള്ളിക്കോ. വണ്ടംമേലെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഈ കൊടി ഇവിടെ കാണരുത്. കണ്ട ഇന്ന് 7-ാം ദിവസം നിന്റെ അവസാനമായിരിക്കും. ഇനി യൂണിയന്റെ പേരില് ആരെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ അതൊക്കെ നമ്മൾ സ്നേഹത്തില് പരിഹരിക്കണം. വരട്ടെ ചേട്ടായി. ആരുടെ വായി നോക്കി നിൽക്കായിരുന്നല്ലോ ഇനി ഇത്ര നേരം? പാല് മേടിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി പോയതാണല്ലോ സുന്ദരി കോത. എന്നിട്ട് പാലെവിടെടി? കിടാവ് കുടിച്ചോ എന്ന് അവര് പറഞ്ഞു. പോരുന്ന വഴിക്ക് നീ തന്നെ കുടിച്ചായിരിക്കും. ഈയിടെ തകല് പോലെ വീർക്കുന്നുണ്ടല്ലോ. എന്നതാടി മിഴിച്ചു നോക്കുന്നേ? ചെന്ന് അരിയാട്ടടി. അതോ ചത്തുപോയ നിന്റെ തള്ള വന്ന് അരിയാട്ടോ? എന്റെ ചാച്ച നിങ്ങളെ അരിയാട്ടം കൊണ്ടുവന്നാണല്ലോ എന്റെ അമ്മച്ചിയെ കർത്താവ് മേലോട്ട് വിളിച്ചത്. ഞങ്ങൾ ഗതിയിലായതും
തോടിച്ചിട്ട് ചാച്ചി. എന്താണ് ഇന്ന് പുറവർക്കുന്നേ? അല്ല, ആടിന് കാടി കൊടുക്കണ്ടേ ചോദിച്ചതാ. ചെന്ന് അരിയടം പറഞ്ഞില്ലേ? അവളുടെ ഒരു നിപ്പ് കണ്ടില്ലേ? പാലെന്തേ മറിയാമ്മ, എത്ര നേരം ഇവര് കാത്തിരിക്കുന്നു? ഇതിയെന്റെ വായുന്നോലും കേക്കുവേ. പാല് മുഴുവൻ ഈയുടെ പുന്നാര മോള് കുടിച്ച് പറ്റിച്ചു. എന്നിട്ട് ക്രാവ് കുടിച്ചു പോയിന്നൊരു നുണേ. അവൾ അങ്ങനെ നുണയൊന്നും പറയല. അയ്യടാ. പിന്നെ എന്തൊക്കെയുണ്ട് ചാക്കോച്ചേട്ടാ സമാചാരങ്ങൾ, വാർത്തകൾ? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണു. ആ, മെമ്പറിനെ നല്ലൊരു കാപ്പിങ് എടുത്താട്ടെ. മധുരം നല്ലോണം വേണം. എവിടെയായിരുന്നു? മെമ്പറിനെ കണ്ടിട്ട് 2-3 ദിവസം ആയല്ലോ. ഓരോരോ ജോലി തിരക്കില്ലേ ചേട്ടത്തി. നമ്മുടെ തെക്കുംപാത്തെ കലിങ്ങിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം വരെ പോയി. കാര്യം സാധിച്ച് പുറത്തേക്ക് വരുമ്പോ മന്ത്രി ആഭ്യന്തരം കണ്ടാ പിന്നെ വിടത്തില്ല. പഴയ സുഹൃത്തുക്കളല്ലേ. പിന്നെ 3 ദിവസം അവന്റെ കൂടെ ഊരി കുറ്റി. ഇതിനൊക്കെ കുഞ്ഞു ഓടി ഓടി കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ പീതാൻ പറഞ്ഞല്ലേ. ഇലക്ഷനിൽ തോറ്റേ പിന്നെ കുഞ്ഞിന് മെമ്പർ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ. അത് ചാക്കോച്ചേട്ടൻ എന്നെ ഒന്ന് തോണ്ടിയതാണല്ലോ. അയ്യോ അല്ല കുഞ്ഞെ, മെമ്പർ പീതാംബരനായിരിക്കും. പക്ഷെ പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെമ്പറെ കൂട്ടപ്പായി പോണം. ആ, അത് ശരിയാ, അത് ശരിയാ. നമ്മുടെ ജാൻസി കൊച്ചിനെ കാണുന്നില്ലല്ലോ. അയ്യോ, തീപ്പെട്ടി എടുക്കാൻ മറന്നു. ഇവിടെ സമാവറിന്ന് എത്തിക്കാലോ. അയ്യോ വേണ്ട വേണ്ട, സമാവറന്ന് കത്തിച്ച എനിക്ക് ചുമ വരും. മെമ്പർ ചുമക്കണ്ട, തീപ്പെട്ടി ഞാൻ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. തീപ്പെട്ടി ഇല്ലാന്ന് അപ്പുറത്തൊരു കള്ളം പറഞ്ഞ് ഇപ്പുറത്തോട്ട് പോന്നതാ. സത്യം പറയാലോ എന്റെ ജാൻസി കൊച്ച്, നല്ല തുടുതുടാന്ന് തുള്ളിച്ചാടി കളിച്ച് കിടക്കേണ്ട ഈ പ്രായത്തിൽ കൊച്ചി കരിങ്കലെ കിടന്ന് ഈ പിടി പിടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എന്റെ ചങ്ക തകരുന്നത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, എന്റെ ബില്ലവിടെ വെറുതെ കിടക്കുന്നു. കുറച്ച് അരി ഉഴുന്നുമായിട്ട് സന്ധ്യ മയങ്ങുന്ന നേരം അതുവഴി വരികയാണെങ്കിൽ ഫ്രീ. അങ്ങനെ ഫ്രീ ആവണ്ട എന്റെ മെമ്പറെ. എനിക്ക് മേലനങ്ങി ഇത്തിരി പണിയെടുത്തില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരികയല്ല. ഈ പ്രായത്തിൽ ചില പെൺപിള്ളേർക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. മെമ്പർക്കേ ബുദ്ധിയില്ലല്ലോ, നല്ല വിവര. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ട, വലിയ ബുദ്ധിയുള്ള ആളല്ലയോ. അയ്യോ, ക്ലബിന്റെ വാർഷികം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ വന്നതേ ഇത് തരാൻ വേണ്ടിയാ. സ്വർണ്ണപ്പൊട്ടുള്ള കരിവെള്ള ജാൻസി, ചാലക്കമ്പോളം മുഴുവൻ ഞാൻ നിരങ്ങി നടന്ന് മേടിച്ചതാ. എന്തിനാ ഇങ്ങനെ ചന്തയിലൊക്കെ തെണ്ടി അലയാൻ പോണേ? എനിക്ക് കരിവള ഇടാൻ മേല. എന്താന്നേ? കൈ ചൊറിയും. അല്ല ജാൻസു, ക്ലബിന്റെ വാർഷികമുള്ള ആളല്ലേ, ചെന്നാട്ടെ. അപ്പം ഞാനെന്നാ വരട്ടെ. അങ്ങനെ ആട്ടെ മെമ്പറെ. ഹൃദയമില്ല, ആശ നടക്കത്തില്ല. എനിക്ക് പാകാവോ മെമ്പറെ? കൊണ്ടുപോയി ഇട്ടു നോക്ക്. മെമ്പറെ ചായ തണുക്കുന്നു. പിന്നെ ഇയാടെ പുഴുങ്ങ ചായ കുടിക്കാമല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അനിയേട്ടാ, എടാ പുളുമണി, ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു മിസ്സിങ്ങും ഇല്ല, എഞ്ചിനൊട്ട് ചൂടായിട്ടുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആശാൻ ഈ ചായക്കടയിൽ നിന്ന് ചാരായം മേടിക്കുന്നത് ചാക്കോച്ചന് ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഉടക്കിയതാ. പോരാ ഇന്ന് കാലത്തോട്ട് ആശാന്റെ നാക്കയിൽ ഗുളികനാ. അധികം വാച പഠിക്കാതെ വെള്ളം ചെക്കേടാ. ആ കാലമാടം വരുന്നുണ്ട്. ഇവനൊന്നും നാണമില്ലേ? മേലാൽ ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്നു മെമ്പറെ, മെമ്പർക്കാവുമെങ്കിൽ ഇവനൊന്ന് ഒതുക്കി തരാമോ? വകുപ്പ് മോട്ടോർ ആക്സിഡന്റ് അല്ലേ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സൂസൻ ഫെർണാണ്ടസിന്റെ ബെഞ്ചിലാ കേസ് വന്നിരിക്കുന്നേ. അതേ ഉള്ളൊരു പേടി. അഹങ്കാരി. കൊലക്കുറ്റത്തിനകത്തായിട്ടും വല്ല കുലുക്കുകൊണ്ടോ നോക്കി. പാവപ്പെട്ടവനല്ലേ, തൊഴിലാളിയല്ലേ എന്നുള്ള സിമ്പതി കൊണ്ട് മാത്രമാ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്തോന്ന് സിമ്പതി? ശിവൻകുട്ടി ചൊള ചൊള പോലെ കാശം കെണ്ണി തന്നപ്പോഴല്ലേ ഇയാള് കേസേറ്റത്. എടാ, ആളിന്നേരം നോക്കി വേണം സംസാരിക്കാൻ. സാർ ക്ഷമിക്കണം, എന്റെ അടുത്ത് എപ്പോഴും ചൂടായി സംസാരിച്ച് അങ്ങനായി പോയതാ. നോബിൾ ആശാൻ പറയുന്നൊന്നും സാറ് കാര്യമാക്കരുത്. നല്ല അറിഞ്ഞു കുത്തി വാദിച്ച് എങ്ങനെങ്കിലും നാളെ തന്നെ ആശാനെ ജാമ്യത്തിൽ ഇറക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, ഇയാളോട് വിചാരിക്കണം. അവൻ വിചാരിച്ചോളും.
അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ വിചാരിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി. ജഡ്ജി സൂസൻ ഫെർണാണ്ടസ് ഒരു വല്ലാത്ത സ്ത്രീയാ. ഇതുപോലെ ചെരച്ചു കയറ്റി അവരുടെ മുമ്പിൽ ചെന്ന് നിന്നാ ജാമ്യമല്ല വേറെ വല്ലതും ആയിരിക്കും കിട്ടുന്നത്. അതൊക്കെ ആശാൻ നിന്നോളൂ സാറേ. വേണമെങ്കിൽ ഈ കോടതി പെരുമാറേണ്ട രീതിയെ കുറിച്ച് ഞാൻ ആശാൻ ഒരു കോച്ചിങ് ക്ലാസ് കൊടുക്കാം. ആ ലൈനിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. IPC പെറ്റി സിവിൽ ക്രിമിനൽ കോഡ്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പോട്ടെ കളിയാ. ഉം.